നിനക്ക് ഞാൻ കോടിയായിട്ട് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞിട്ട് എന്തെങ്കിലും തോന്നി നിനക്ക്? ഇങ്ങനെ എന്നോട് എപ്പോഴും ഇങ്ങനെ വരട്ടെ കാണട്ടെ മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര, അതായത് എനിക്ക് ഞാൻ സഞ്ജുവിന്റെ വീഡിയോ ആദ്യം കാണാൻ തുടങ്ങി ഇവിടെ കാണാൻ വേണ്ടിട്ടോ. എന്റെ എക്സിന്റെ ഒരു ചെറിയ മോശപ്പൊക്കെ ഉണ്ട് എനിക്ക്, അവളെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഈ പല ടൈപ്പ് വ്ളോഗുകളുണ്ട് അല്ലെ, ഫാമിലി വ്ളോഗ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, കുക്കിംഗ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ കോഴിത്തരം വ്ളോഗ് ആക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പലർക്കും അറിയുമായിരിക്കും DJ മച്ചാൻ. പുള്ളിക്കാരന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ റോട്ടിലൂടെ ഒക്കെ നടന്നു പോകുന്ന സമയത്ത് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരൊക്കെ കാണുമ്പോൾ അവരെടുത്ത് പോയി കോഴിത്തരം കാണിക്കാം. അതന്നെ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ അപ്പം പുള്ളിക്കാരൻ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിട്ട് പറയും, മച്ചാനെ ഇന്ന് ഞാനൊരു പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. എന്നിട്ട് ആ പെണ്ണിന്റെ അടുത്ത് നേരെ അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് മുഖത്തേക്ക് അങ്ങോട്ട് ക്യാമറ സൂം ചെയ്ത് പിടിക്കും. എന്നിട്ട് അങ്ങോട്ട് പറയും, നിന്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാ, നിന്റെ ചുണ്ട് കാണാൻ നല്ല ഭംഗിയാ, നിന്റെ മൂക്ക് കാണാൻ നല്ല ഭംഗിയാ, നിന്റെ നാക്ക് കാണാൻ നല്ല ഭംഗിയാന്നൊക്കെ അങ്ങോട്ട് അടിച്ചു വിട തന്നെ. ഇതന്നെ പരിപാടി. എന്നാണ് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്ത് നടി കിട്ടാന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് പുള്ളിക്കാരന്റെ വ്ളോഗ് എടുക്കേണ്ടി. ചിലപ്പം കിട്ടിയിട്ടുണ്ടാകും, അത് വ്ളോഗിൽ കാണിക്കാത്തതായിരിക്കും. എന്തായാലും ആളൊരു രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തായാലും പുള്ളിക്കാരന്റെ അത്തരത്തിലൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം. എന്റെ മച്ച, ഞാനിങ്ങനെ ഒരു ഹോട്ടലിന്റെ വർക്കിന് വന്നാണ്, ഒരു കിട്ടിക്കാച്ച് വെച്ച് നമ്മുടെ വണ്ടിയെ ചാടിയിരിക്കുന്നത്. പോയി ഇങ്ങോട്ട് നോക്കാം. ഓക്കെ, ബൈക്ക് എന്റെ ആയിരുന്നു, പോവാനായിരുന്നു. കുഴപ്പമില്ല. എന്താ പേര്? വിജയ്. നന്നൂസാ, നല്ല പേര്, വെറൈറ്റി ആണല്ലോ. എവിടെ പ്ലേസ് വരില്ല? കോട്ടയം. കോട്ടയംകാരി അച്ചായത്തി. ഒരു കാര്യം ചോദിച്ചോട്ടെ, പെട്ടെന്ന് പോകുന്നുണ്ട് വിളിച്ചാ. ഞാൻ ഒരു റൈഡ് വിളിച്ചാ, താൻ ഇഷ്ടപ്പെട്ട വണ്ടിയല്ലേ, ഒരു റൈഡിന് വിളിച്ചാൽ വരുമോ? ജസ്റ്റ് ഒരു റൈഡ്. ശരി, എങ്ങനെയുണ്ട്? ബൈക്കിൽ ചാരി നിന്നപ്പോഴേക്കും മറ്റാളങ്ങ് വളച്ചെടുത്തില്ലേ? അങ്ങനെ അഭിനയിപ്പിച്ചെന്ന് തന്നെ വേണം പറയാൻ. അല്ല, ഈ പെൺകുട്ടിനെ എവിടെയോ നമ്മളെ സഞ്ജയനിൽ അന്വല്ലേ ഇത്? എന്തായാലും കൊള്ളാം, രണ്ടാളുടെ അഭിനയം നന്നായിട്ടുണ്ട്. നല്ല ആർട്ടിഫിഷ്യൽ അഭിനയം ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ ആണെന്ന് പറയത്തേ ഇല്ല. കീപ് ഇറ്റ് അപ്പ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമാണ് മക്കളെ, വെറും ഒരു ചരിത്രമല്ല, കോഴി ചരിത്രം. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഈ പെൺകുട്ടി വീഡിയോ എടുക്കാൻ സഹകരിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ എന്താക്കുന്ന അറിയും, വിജയ മച്ചാൻ ഈ പെണ്ണിന്റെ കൂടെ വേറെ റീലും കൂടി എടുത്തു. നമുക്ക് എന്തായാലും കണ്ടോക്കാം. എന്തായാലേ രണ്ടാളും കൂടെ അഭിനയിച്ച് തകർക്കാണ്. എന്നെ ഏറ്റവും ചിരിപ്പിച്ച എന്താണെന്ന് അറിയാം, ഇതിന് താഴെ കൊടുത്ത ക്യാപ്ഷനാണ്, എവിടെ പോയാലും ഞാൻ നിന്റെ പിറകെ കാണും പെണ്ണെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്ത് കാര്യം, പിറകെ നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ, വേറെ അടുത്തും കുത്തിക്കൊണ്ടായില്ല. അതാണ് എല്ലാറ്റിനും ഒരു യോഗം വേണം ഉണ്ണിയെ, വിധിച്ചതേ കൊയ്യൂ. എന്തായാലും 2 റീൽ ഇവർ അഭിനയിച്ച് വ്യൂവേഴ്സിനെ പൊട്ടന്മാരാക്കിയെന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഈ 2 റീല് കഴിഞ്ഞതോടു കൂടി വിജയ മച്ചാന്റെ കാര്യത്തിൽ കളി കാര്യമായി തന്നെ വേണം പറയാൻ. പുള്ളിക്കാരൻ എന്തൊക്കെ റിയൽ ആയിട്ട് അന്വേനെ വളക്കാൻ ചെന്ന് അതിന് വ്ളോഗൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. നമ്മൾ നേരെ ഇപ്പൊ ഇവിടുന്ന് മാന്നാറിന് നേരെ നമ്മള് കോട്ടയം പോകുന്നു. അവിടുന്ന് നന്നൂനെ പിക്ക് ചെയ്യണം. അപ്പം അവളെ ഒന്ന് വൈബാക്കുക, അതാണ് ഉദ്ദേശം. അതായത് എന്ത് ലാസ്റ്റ് വൈബായോ? ഇല്ലല്ലോ, അതാണ് വൈബ് മൂഞ്ചില്ലേ. പാവം എന്തോരാശിച്ച് വൈബാക്കാൻ പോയതാ അല്ലെ. എന്തായാലും കഷ്ടപ്പെട്ട് ക്യാമറക്ക് തൂക്കി പിടിച്ച് ഇറങ്ങിയതല്ലേ. നമുക്ക് എന്തായാലും ആ പെൺകുട്ടി താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് വൈബാക്കാൻ പോകുന്ന രംഗങ്ങളൊന്നും കണ്ടോക്കാം. നമ്മൾ ഒത്തുചേർന്ന് നിൽക്കുന്ന സ്ഥലം ഇതാണല്ലേ. കൊള്ളാലോ, ഇവിടെ ഒന്ന് നിൽക്കാറ്. ആ ഫ്ലാറ്റിലാരോളെ കണ്ടില്ലേ, കുടിക്കരുതെന്ന്. അതായത് അവള് കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിച്ചാൽ മതി എന്നാണ് അവള് പറഞ്ഞത്. ചരിത്രം. ഓക്കെ, എന്നാ ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. കിട്ടിയില്ലേ? കുടിക്കേ.
ഓ ഇതൊക്കെ ബഹളായിരുന്നു അല്ലേ. വൈബാക്കാൻ ഫ്ലാറ്റിലേക്ക് പോകുന്നു, ഫുഡ് മേടിച്ചു കൊടുക്കുന്നു, കറങ്ങാൻ പോകുന്നു. ഓ എന്തിനായിരുന്നു? വൈബാക്കാനായിരുന്നു. ലാസ്റ്റ് വൈബിട്ടായതും ഇല്ല. അവൾക്ക് വേറെ ചെക്കനെ വൈബ് കിട്ടിയപ്പോൾ അവന്റെ അടുത്തേക്ക് അങ്ങ് പോയിരുന്നുള്ളതാണ്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോരുത്തർക്കും ലവറിനെ കുറിച്ച് ഓരോരോ കോൺസെപ്റ്റുകൾ ഉണ്ടാവില്ലോ. ചിലപ്പോൾ അവളുടെ കോൺസെപ്റ്റിനനുസരിച്ച് വൈബ് സഞ്ജുലായിരിക്കും കണ്ടിട്ടുണ്ടാവാം. പാവം പിന്നാലെ നടന്ന് കുറെ സമയം കളഞ്ഞത് മെച്ചം അല്ലേ. സാരില്ല, നമുക്ക് അടുത്തേക്ക് പിടിക്കുന്നേ. വൈബുള്ള ഒരു പെണ്ണ് മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. ഞാൻ ആലോചിക്കണം അതല്ല, വൈബ് സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ അന്യൂസും സഞ്ജൂസും ഇപ്പൊ പ്രണയത്തിലായത്. ആ വൈബ് കൂടി പോകുന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ആ വൈബ് എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളതാണ്. അല്ല മുമ്പത്തെ നീതുമായിട്ടുള്ള പ്രണയം സഞ്ജു ബ്രേക്ക് ചെയ്തെന്നുള്ളതാണ്. വൈബ് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതേമാതിരി അടുത്ത പെണ്ണ് വന്നു കഴിഞ്ഞാണെങ്കിൽ നന്നുമായിട്ടുള്ള പ്രണയം വൈബ് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞ് ബ്രേക്ക് ആവാണ്ടെന്നാ മതി. അത്ര എനിക്ക് പറയാനുള്ളൂ. സഞ്ജാണ്ട് പറഞ്ഞതാണ്. മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥ അല്ലേ. പക്ഷെ ഇതുകൊണ്ടൊന്നും വിജയമച്ചൻ വിട്ടില്ല കേട്ടോ. പുള്ളിക്കാരൻ അങ്ങനെ വിടുന്നെങ്കിൽ തോന്നുന്നുണ്ടോ? പുള്ളിക്കാരൻ ഇതിന്റെ ഡബിൾ കോച്ചറായിട്ട് വീണ്ടും ഇറങ്ങി തിരിച്ചെന്നുള്ളതാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് അറിയോ? പിന്നാലെ നടന്ന് സെറ്റ് ആവാത്ത നന്നുവിന്റെ കാമുകനായിട്ടുള്ള സഞ്ജുവിന്റെ എക്സിന്റെ അടുത്തേക്ക് പോയി എന്നുള്ളതാണ്. ആരുടെ അടുത്തേക്ക്? നീതുവിന്റെ അടുത്തേക്ക്. എങ്ങനെയുണ്ട് അത്? പുള്ളിക്കാരൻ വ്ളോഗൊക്കെ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുവെക്കാം. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അല്ലേ, നമുക്ക് വളരെ ഐ മീൻ നമുക്കൊരു ബഹുമാനമൊക്കെ ഉള്ള ഓരോ ആൾക്കാരോട്, ബഹുമാനം ആ ഒരു ഇഷ്ടവും ബഹുമാനമൊക്കെ ഉള്ള ആൾക്കാരോട് അല്ലേ, കറക്റ്റ് അല്ലേ? അങ്ങനെ ഉള്ളവരോട് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കൊടുക്കാം അല്ലേ? കൊടുക്കാം. ഓക്കെ, അപ്പൊ ആള് വരട്ടെ. ചിലപ്പം വരും, ചിലപ്പം വരത്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത്ര ചട്ടിയായിരുന്നോ? എന്ത് ഓട്ടോ ആയിരുന്നു? എനിക്ക് ഓടണ്ടേ, പിന്നെ തിരക്ക് സമയമില്ല. ബിസി എന്താണ് ബിസി കുട്ടി? എന്താണ് ബിസി? എന്താണ്? എനിക്ക് വർക്കുണ്ട്. ഇനിയിപ്പോ പോവാണോ? ഇനി പെട്ടെന്ന്? ഇല്ല, നാളെ പോകത്തുള്ളൂ. അല്ലെ വീട്ടിലേക്ക് പോവാണോ ഇപ്പം? ഇല്ല. പിന്നെ എന്തെങ്കിലും വിശേഷം? ലൈഫൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്ന് കേട്ടല്ലോ ഇപ്പൊ. പിന്നല്ല, കണ്ട എന്നെ അറിയത്തില്ല ഹാപ്പി ആണെന്ന്. നമ്മൾ ആദ്യമായിട്ട് കാണാനല്ലേ. അതെ, ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടികളെ നമ്മളൊന്ന് പ്രപ്പോസ് ചെയ്യും. അത് നമ്മളൊരു രീതിയാണ്. അതിനാണ് ഇപ്പൊ നമ്മൾ നീതുവിന്റെ അടുത്തേക്ക് വന്നത് അല്ലെ. ഇനിയിപ്പോ മിക്കവാറും കോഴി വർത്താനം പറയലും ഗിഫ്റ്റ് കൊടുക്കലും പ്രപ്പോസ് ചെയ്യലും ഒക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതാണല്ലോ വിജയമച്ചാന്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ നടക്കും എന്തായാലും. ബാക്കി കണ്ടു നോക്കാം. ഞാൻ എന്ത് കൊടുക്കും? ഞാൻ എന്ത് കൊടുക്കും? ഞാൻ ഇങ്ങനെ നാളെ കെടുത്തരുത്. ബ്രോ സുഖല്ലേ? ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കില്ല. എന്നാ പിടിച്ചോ, നീ നിനക്ക് വേണ്ടി മേടിച്ചോണ്ടോ? ഇല്ല, വേറെ ഒന്നും വിചാരിക്കില്ല. പ്രത്യേകിച്ച് കൊടുക്കുന്നത് നീ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കില്ല. കാരണം അത്രയും കൊണ്ടല്ലേ നിന്റെ ചെയ്തികൾ. ഇത് ഫ്രണ്ട്ഷിപ്പ് ഗിഫ്റ്റ് ആയിട്ടേ നമ്മൾ കരുതുള്ളൂ. ഇവന്റെ ഒരു ധൈര്യം ഞാൻ സമ്മതിച്ചു കേട്ടോ. ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല. ഇവൻ വെറും കോഴിയല്ല, അൽ കോഴിയാണ്. എന്തായാലും ബാക്കി കൂടി കണ്ടുവെക്കാം. മറ്റുള്ളവർ കൊടുക്കുന്നതൊന്നല്ല, ഇത് ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ്. എന്തേ കൊണ്ട് കളയരുത്. ആദ്യമായിട്ട് കൊണ്ടുതന്ന സാധനമാണ് ഇത്. ഉണങ്ങി അല്ലേടാ ഇതിന്റെ റോസാപ്പൂ. വേണ്ട, അത്രേ ആവത്തില്ല അല്ലേ? ആവൂല. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം? അമ്മയ്ക്ക് സുഖം? വിജയമച്ചാനെ കുറിച്ച് ഇത്രയും ഭൂലോക കോഴി ഈ പഞ്ചായത്തിലെ ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല തട്ടി കിട്ടിയപ്പോ എന്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളത് കേട്ടോ. ബാക്കി കൂടി കേട്ടോക്ക. ഞാൻ കോഴിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഹേ ഇല്ല, കോഴിയായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഒരു പൂവൻ കോഴിയായിട്ടാണ് തോന്നിയത്. പെൺകുട്ടികളെല്ലാം കാണുമ്പോൾ കൂവുന്ന ഒരു പൂവൻ കോഴി. അതാണ് വിജയമച്ചാൻ എനിക്ക് തോന്നിയത്. എന്തൊരു ഏതോ എങ്ങനെ സാധിക്കുന്ന ഇഷ്ടം അല്ലേ? ബാക്കി കൂടി കേട്ടോക്കാം. എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇച്ചിരി കഴിഞ്ഞിട്ട് എന്തെങ്കിലും തോന്നി എനിക്ക്? മിണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് എപ്പോഴും ഇങ്ങനെ വരട്ടെ കാണട്ടെ ശരി. അപ്പൊ എല്ലാ പെൺകുട്ടികളോടും ഇങ്ങനെ തന്നെയാണല്ലേ? മിണ്ടി കഴിഞ്ഞാണെങ്കിൽ കാണണം, റീൽ എടുക്കണം, വരണം എന്നൊക്കെയുള്ള ചോദ്യമാണ് അല്ലേ? ഒരു മാറ്റമില്ലല്ലോ എന്നുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. എന്ത് വിശേഷമാണ് നിങ്ങൾക്ക് നൽകേണ്ടതെന്നാ ഞാൻ ചിന്തിക്കണേ. കോഴി എന്നൊക്കെ പറഞ്ഞാണ് ചെറുതായി പോകും. ബാക്കിയും കൂടി കേട്ടോക്കാം. മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര, അതായത് എനിക്ക് ഞാൻ സഞ്ജുവിന്റെ വീഡിയോ ആദ്യം കാണാൻ തുടങ്ങി ഇവിടെ കാണാൻ വേണ്ടി കേട്ടോ. എന്റെ എക്സിന്റെ ഒരു ചെറിയ മോശപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ അയച്ചു തന്നില്ല. കറക്റ്റ് അല്ലേ? നിന്നെ പോലെ തന്നെയല്ലേ? അവളെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതെ, എന്റെ മീനാക്ഷിയെ പോലെ തന്നെയുണ്ട് നീതു അല്ലേ? അതേ കണ്ട്, അതേ മൂക്ക്, അതേ കവിളി. മീനാക്ഷിയുടെ മുഖം ഒട്ടിച്ച് വെച്ച പോലെ തന്നെ ഉണ്ട്. ഇതൊക്കെ വിജയമച്ചാന്റെ ഓരോരോ നമ്പറുകളല്ലേ? എന്നാലും സമ്മതിച്ചു കേട്ടോ. പിന്നാലെ നടന്ന പെണ്ണിന് വേറെ ഒരുത്തും സെറ്റായപ്പോ ആ സെറ്റായവന്റെ എക്സിനെ പ്രപ്പോസ് ചെയ്യാൻ കാണിച്ചവന്റെ ധൈര്യം ഉണ്ടല്ലോ. വല്ലാത്തൊരു ധൈര്യം തന്നെ. എന്തായാലും ഞാനൊന്നും ഇവന്റെ മുന്നിൽ ഒന്നല്ല. ഞാൻ വിചാരിച്ചു ഞാൻ നല്ലൊരു കോഴിയാണെന്നുള്ളതാണ്. പക്ഷെ എന്റെ കോഴിത്തരുന്ന് ഇവന്റെ 10 രൂപ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഓരോരോ മനുഷ്യന്മാരില്ലേ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.